ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വാണിജ്യ നിക്ഷേപ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ കാനഡ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഫോറം നിലവിൽ വന്നു. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായികളെയും നിക്ഷേപകരെയും ഒരു വേദിയിൽ കൊണ്ടുവരുന്നതിനും പുതിയ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ കാനഡ സന്ദർശനത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച സംയുക്ത പ്രസ്താവന പുറത്തിറങ്ങിയത്. കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനിന്ദർ സിദ്ധുവുമായി അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തി. ബിസിനസ് യാത്രകൾ എളുപ്പമാക്കുക, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക, നേരിട്ടുള്ള വാണിജ്യ ശൃംഖലകൾ ഉറപ്പാക്കുക എന്നിവ വഴി വ്യാപാരം വിപുലീകരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഈ വർഷം അവസാനം കാനഡയിൽ നിന്നുള്ള ഒരു വലിയ വ്യാപാര സംഘം ഇന്ത്യ സന്ദർശിക്കുമെന്ന് മന്ത്രി മനിന്ദർ സിദ്ധു അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഈ വർഷം അവസാനത്തോടെ ഒപ്പിടാനാണ് ലക്ഷ്യമിടുന്നത്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കാനഡയിലും തിരിച്ചും കൂടുതൽ വിപണി ലഭ്യമാകും. ആഗോള വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തമാക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇത് സഹായിക്കും. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക വ്യാപാര മേഖലകളിൽ സഹകരണം തുടരുന്നത് ശുഭസൂചനയായാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്.